ഈ കരൾ എന്തിയേ? നിന്റെ കരളല്ലേ ഞാൻ, പിന്നെ നീ എന്തിനാണ് അവരുടെ മുമ്പ് വെച്ച് ചോദിക്കണത്? അതല്ലെന്ന് ഏട്ടാ, ലിവർ 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 വണ്ടിയുടെ തിരുപ്പുണ്ട് പരിപാടി കഴിയുമ്പോ. അതല്ലെന്ന്, നമ്മള് പേരൊക്കെ എഴുതി കെട്ടി തൂക്കിക്കൊണ്ട് വന്നില്ലേ നേരത്തെ, പ്ലക്കാർഡ്. നിന്റെ കഴുത്തിൽ ഇപ്പൊ പ്ലക്കാർഡല്ല തൂക്കേണ്ടത്, പിന്നെന്താ? എന്റെ കൈ കൊണ്ടൊരു താലിയാണ്. എന്നാ പിന്നെ അങ്ങ് താമസിക്കാതെ വെച്ച് കെട്ടിക്കൂടായോ? മദ്യത്തിനെതിരെ നാടകം കളിക്കാനാണ് ഞാൻ നിന്നെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്, അല്ലാതെ പ്രേമ നാടകം കളിക്കാനല്ല. സത്യം പറഞ്ഞ ഞാൻ എന്തിനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്? മദ്യത്തിനെതിരെ ബോധവൽക്കരിക്കാൻ വേണ്ടി തെരുവ് നാടകമാണല്ലോ. ഈ പഞ്ചായത്തിലെ പ്രതിപക്ഷം എനിക്കെതിരെ അടുത്ത ദിവസം അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ പോവാ. ഇതിലെങ്കിലും എനിക്കൊന്ന് പിടിച്ചു കയറണം, അതിനാണ് നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുന്നത്. അതെ, തുടങ്ങിക്കോ, നല്ല ആളാ വന്നിരിക്കുന്നത്. രണ്ടുപേരല്ലേ ഉള്ളു. അതാ പറഞ്ഞത്, ഈ പഞ്ചായത്തിലെ നല്ല ആൾക്കാർ അവർ രണ്ടുപേരും. മദ്യപാനമില്ല, പുകവലിയില്ല, അവർക്ക് യാതൊരു വിധ വൃത്തികെട്ട സ്വഭാവമില്ല. കുറച്ച് ആൾക്കാരും കൂടെ ഒക്കെ വന്നാലേ ആൾക്കാർ വരും. മനോഹര, തുടങ്ങ്. എനിക്കൊരു കമ്പം ഉണ്ടായിരുന്നു. ഏതമ്പലത്തിലാ കമ്പം? അമ്പലത്തിലല്ലെന്ന്, പിന്നെ എന്ത് പരിപാടിക്ക് മുമ്പ് ചെറിയൊരു സഭാകമ്പുണ്ട്. അതുകൊണ്ടല്ല നിങ്ങൾ ഇങ്ങോട്ട് വന്നോ. എന്നത് കാര്യം അറിയാലോ, ഞാൻ സ്റ്റേജ് കയറുന്ന മുമ്പ് രണ്ടെണ്ണം അടിക്കുന്നു. ഇത് മദ്യത്തിനെതിരെ ബോധവൽക്കരണം നാളെ അതിന് മദ്യപിച്ച് കഴിഞ്ഞാൽ ശരിയാവൂ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് രണ്ടെണ്ണം അടിക്കാൻ സ്റ്റേജ് കയറാൻ മനോഹര, കാര്യം എന്താന്ന് പറയാം. എത്രയും പെട്ടെന്ന് നാടകം തുടങ്ങണം. എന്നറിയോ സാറേ, അത് മനോഹരനാണ് ഇതിന്റെ മെയിൻ നടൻ. അതെ, ഞങ്ങളൊക്കെ അസിസ്റ്റന്റ് ആയിട്ട് ചെറിയ നടന്മാരാണ്. അറിയാലോ. പുള്ളിക്ക് കയറുന്നതിന് മുമ്പ് പുള്ളിക്ക് 2 പെഗ് അടിച്ചാലേ ആ സഭാകം. മനോഹര, എന്നാ വർത്താനം പറയുന്നത്? കയ്യും കാലൊക്കെ വിറക്കുന്ന സ്റ്റേജ് നമ്മൾ സ്ഥിരം ശീലിച്ചു പോയോണ്ടാണ്. ഒരു സാധനം പെട്ടെന്ന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആരും അറിയാതെ കൈകാര്യം ചെയ്യണം. നിങ്ങൾ സാധനം മേടിക്കാൻ ആളെ പറഞ്ഞു വിടില്ല, നാടകം തുടങ്ങൂല കേട്ടോ. ഇത് വലിയ ശല്യമല്ലോ. ഇവിടെ താൻ അവിടെ ചെന്നൊരു സാധനം മേടിച്ചോണ്ടോ അഭിപ്രായം പോയി. പെട്ടെന്ന് ആരും കാണരുത്, പെട്ടെന്ന് കൊണ്ടുപോവാ. പ്രസിഡന്റ് എന്താ ഈ പറയണേ? എന്നാ ഈ നാടകം കാണാൻ വന്നിരിക്കുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ അവിടെ വിറയന്റെ ഫ്രണ്ടിലുണ്ടാവും. അപ്പൊ പിന്നെ ആരും കാണാതെ എങ്ങനെ ഞാൻ ഈ സാധനം എടുത്തോണ്ട് വരും? ഇവിടെ താൻ ഒരു രാഷ്ട്രീയക്കാരനല്ലേ, ആരും കാണാതെ എങ്ങനെ കൊണ്ടുവരാന്നുള്ളത് തന്റെ കഴിവാ. പോയി മേടിച്ചോണ്ട് പാടും.